വിദ്യാർത്ഥിനികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക എന്ന സദുദ്ധമത്തോടുകൂടിയും തുടക്കം കുറിച്ച ഒരു സംഘടനയാണ് അൽ അമീൻ. 7 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പരിപാടിയാണ് അതിനുശേഷം ഇപ്പോഴാണ് നടത്തുന്നത്. ഇന്നേ വരെ അവരുടെ പരിപാടി വൻപിച്ച വിജയമായിരുന്നു. ഇപ്പോൾ എന്തോ ചെറിയ തടസ്സം പോലെ അള്ളാഹു എല്ലാ ഷറുകളെ തൊട്ടും ഷുറൂറുകളെ തൊട്ടും ലുറൂറുകളെ തൊട്ടും നമ്മയെയും ഈ നാട്ടുകാരെയും ഈ സംഘടനയെയും ഇതിന്റെ ആത്മാർത്ഥമായ പ്രവർത്തകരെയും എല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ സംഘടന നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം പല പണ്ഡിതന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദീനിന്റെ വശങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതല്ലാതെ ഇവിടെ ഒരു സംഘടന രൂപീകരിച്ച് ഐക്യത്തോടും സാഹോദര്യത്തോടും താമസിക്കുന്ന മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് രണ്ടാക്കി രണ്ടാലൊരു മദ്ഹബ് ഉണ്ടാക്കി അവർക്കിടയിൽ ഒരു ശുദ്രത വളർത്തിയിട്ട് പോകലല്ല ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം. ഈ വിനീതൻ കരുനാഗപ്പള്ളി പള്ളിയിൽ ജോലി ചെയ്യുമ്പോഴും ഇതേ സദസ്സിൽ, പക്ഷേ ഇത് തെക്കോട്ട് അത് വടക്കോട്ടായിരുന്നു, ഒരു പ്രഭാഷണത്തിന് ഇവിടെ വന്നിട്ടുള്ളതാണ്. അത് ഈ സംഘടനയാണോ എന്നറിയില്ല, ഏതോ ഒരു സംഘടന അങ്ങനെ ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയതാണ്. ഇപ്പം വർഷങ്ങൾ കുറേ ആയി, അപ്പോഴേക്കും ആളുകൾക്കൊക്കെ ഓരോ ചിന്തകളൊക്കെ കുഴപ്പത്തിലായി. അങ്ങനെയൊക്കെ എന്തോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചായലും ഒക്കെ ഉണ്ടായി. ഖൈർ, അള്ളാഹു നല്ല ചിന്താ മണ്ഡലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കട്ടെ. ഉറക്കെ പറഞ്ഞില്ലെങ്കിലും പതുക്കെങ്കിലും ആമീൻ പറയണം കേട്ടോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടിപ്പരത്താതെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സമയം ദീർഘിച്ചു പോയി. 7 മണിക്ക് പ്രഭാഷണം വെച്ചിട്ട് 9 മണിക്കാണ്. കാലാവസ്ഥയും ഇവിടുത്തെ സാഹചര്യവും കണക്കിലെടുത്ത് 9 മണിക്ക് പരിപാടി തുടങ്ങുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് 7 മണി എന്നുള്ളത് സംഘാടകർ വെച്ചതാണ്. സംഘാടകർ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തു. അതല്ലാതെ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടതോ അല്ല. ഇനി 7 മണി എന്നും പറഞ്ഞ് പിടിച്ചിട്ട് അതിൻ്റെ പേരിലൊരു ചർച്ച ഉണ്ടാകണ്ട. അതിനുവേണ്ടി ജാമ്യമായി എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഇസ്ലാമിക മാനദണ്ഡം എന്താണ്? 2 ദിവസം ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ മുന്നിൽ, 2-3 ദിവസം കൊണ്ട് നമുക്ക് ഈ കുടുംബജീവിതത്തെ കുറിച്ച് പൂർണ്ണമായി പറയാൻ കഴിയില്ല, ഭാഗികമായിട്ട് എങ്കിലും മർമ്മപ്രധാനമായ ഭാഗങ്ങളൊക്കെ എടുത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്ത് ദുആ ചെയ്ത് പിരിയാം. അതുകൊണ്ട് 2 ദിവസം നിർബന്ധമായി നിങ്ങൾ വരണം ഇൻഷാ അള്ളാഹ്. ഓരോ കുടുംബക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ചെറുപ്പക്കാരുടെ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇസ്ലാമിക ജീവിത വ്യവസ്ഥ എന്തെന്ന് മനസ്സിലാകാതെ പഠിക്കാതെ അവൻ കല്യാണം കഴിക്കാൻ പോയതാണ്. കുടുംബത്തിലാകെ പ്രശ്നങ്ങളും ഭാര്യയോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാകാതെ വന്നതും ഭാര്യയോടുള്ള ഉത്തരവാദിത്ത കുറവും ഇത്യാദി കാര്യങ്ങളുടെ പേരിൽ ആകെ പ്രശ്നങ്ങൾ കൊണ്ട്, സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട്, വേവലാതിയും ആവലാതിയും കൊണ്ട് അവൻ നെടുവീർപ്പിറക്കുമ്പോൾ ബഹുമാനമുള്ളവരെ, പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്യാദി കാര്യങ്ങൾ ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ് എന്നത് മനസ്സിലാക്കിയിരിക്കുക. ഇനി വിവാഹം കഴിച്ചവരിൽ എന്ത് ചെയ്യണം? വിവാഹം കഴിച്ചവർ അവരുടെ ഭാര്യമാരോടുള്ള കടപ്പാടറിയണം. ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടറിയണം. ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സന്താന പരമ്പരകൾ ഈ ദുനിയാവിലും പ്രത്യുത ആഖിറത്തിലും നിങ്ങൾക്ക് ഗുണമുള്ള സന്താനങ്ങളാക്കി മാറ്റണം. അതിന് ഇസ്ലാം നമുക്ക് കൽപ്പിക്കുന്ന കൽപ്പനകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ കല്യാണമേ ഇങ്ങനെ നടന്നു, ഇനി നമ്മുടെ സന്താനങ്ങളെയെങ്കിലും ഈ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന ആഗ്രഹവും ആവേശവും ഈ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ പ്രഭാഷണം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ കൊണ്ട് കൊടുത്ത് കുറെ ചാപ്പാട് പഠിച്ച് അവിടെ പെണ്ണിന്റെ മോന്ത നോക്കിയിട്ട് കൊള്ളാം, ചിലപ്പോ നോക്കും കൊള്ളൂല, അവന് യോജിച്ചതാണ്, അത് പറ്റാത്തതാണ്, അവന് വണ്ണം കൂടുതൽ, അവക്കിത്തിരി വണ്ണം കുറവ്, ഇവക്കിത്തിരി വണ്ണം കൂടുതൽ, അവൻ സ്ലിം, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു പോകുന്നതല്ലാതെ എന്താണ് വിവാഹം, എന്താണ് കല്യാണം, ആർക്കാണ് ഇത് യോജിച്ച കുഫു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളൊന്നും നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. നമ്മുടെ ഉമ്മത്ത് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഇങ്ങനെ ചെയ്ത് കാലങ്ങളും ദിനങ്ങളും സ്റ്റേജുകളും മൈക്കുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് ഇവിടെ പിഴച്ചുകൊണ്ടിരിക്കുന്നു, വഴിപിഴച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകളുടെ കമ്മിറ്റി ഓഫീസുകൾ തുറന്നു നോക്കിയാൽ എത്ര തലാഖിന്റെ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. കോടതിയുടെ വളപ്പിൽ പോയി നിങ്ങൾ നിന്ന് നോക്കി, കോടതിയിൽ പരിശോധിച്ചു നോക്കിയാലും തലയിൽ തട്ടമിട്ട പരദ ധരിച്ച ഫുൾ കൈ ധരിച്ച മുസ്ലിം സഹോദരിമാർ ഡിവോഴ്സിന് വേണ്ടി, അതായത് കുടുംബ ജീവിതം ഒഴിവാക്കാൻ വേണ്ടി, തലാഖിന് വേണ്ടി, കേസിന് വാദിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന ദാരുണമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 70% വിവാഹമോചനത്തിന് വേണ്ടി കോടതിയിൽ കാത്തുകിടക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരാണ്.
അതേപോലെ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ, സ്ത്രീ പീഡനത്തിന്റെ പേരിൽ, സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഭാര്യ ഒരു ധ്രുവത്തിൽ, ഭർത്താവ് ഒരു ധ്രുവത്തിൽ, അവർക്കുണ്ടായ സന്താനങ്ങൾ വഴിയാധാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് ഉപ്പ, ഉമ്മിച്ചി, ഉപ്പിച്ചി എന്നൊക്കെ നിലവിളിച്ച് നടക്കുന്നു. ഉപ്പയെയും ഉമ്മയെയും ഒരേ കുടക്കീഴിൽ കാണാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ത് എന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കണം. കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബിരിയാണി അടിച്ചിട്ട് ചെറുക്കന്റെയും പെണ്ണിന്റെയും കൈക്ക് പിടിച്ച് ആശംസിച്ച് ഇറങ്ങി വരല്ലതല്ല കല്യാണം. കല്യാണത്തിന് മുമ്പേ, പെണ്ണ് കാണുന്നതിന് മുമ്പേ, ആലോചിക്കുന്നതിന് മുമ്പേ, ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ നീ മുതിർന്ന വ്യക്തികളുമായി, ഇതുമായി ബന്ധപ്പെട്ട പരിചയ സമ്പന്നരുമായി, ആലിമീങ്ങളുമായി, മുത്തഖീങ്ങളുമായി, സ്വാലിഹീങ്ങളുമായി നിനക്കൊരു മുഷാവറ, ഒരു ആലോചന നിനക്ക് അത്യന്താപേക്ഷിതമാണ്. അതല്ലാതെ ചുമ്മാ കുറെ വീട്, കുറെ സമ്പത്ത്, കുറെ സ്വർണം, ഒരു വണ്ടി, പെണ്ണിന്റെ മോന്ത, ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് മയങ്ങി അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കലല്ല വേണ്ടത്. ഇസ്ലാം പെണ്ണ് കാണുന്ന ചടങ്ങ് മുതൽ പ്രസവിച്ച് കുഞ്ഞിനെ എത്ര വർഷം വരെ പോറ്റണമെന്നും ആ കുട്ടിയോടുള്ള ഉത്തരവാദിത്വം എന്തെന്ന് വരെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു. അത് പഠിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിം സമുദായത്തിന്റെയും ഉത്തരവാദിത്തമാണ്, ഫർള് ഐനായ കാര്യമാണ്, പഠിക്കണം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ നമുക്ക് ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിവാഹം കഴിക്കാൻ കപ്പാസിറ്റിയും പ്രാപ്തിയും ആരോഗ്യവും കഴിവുമുള്ളവൻ അവൻ വിവാഹം കഴിക്കുക തന്നെ വേണം. അതാണ് ആദ്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കല്യാണം കഴിക്കാതെ ഇങ്ങനെ മുതുമുത്തച്ഛൻ ആവുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ട് നടക്കും, കല്യാണം കഴിക്കൂല. എന്തേ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ സമയമില്ല, ജോലി കിട്ടട്ടെ. 35 വയസ്സായവനാണ് ചോദിക്കുന്നത് വിവാഹം കഴിക്കാത്ത എന്ത്, സമയമായിട്ടില്ല. എപ്പോഴാ ഇനി സമയാവുക? അവന്റെ നട്ടലിൽ തുരുമ്പ് കയറുമ്പോഴായിരിക്കും ഇനി സമയാവുക. ഇനി എപ്പോഴാ സമയാവുന്നത്? ഒരു പെണ്ണിനെ പോറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കാശിട്ട് വാരി കൊടുക്കലാണോ അതിന്റെ അർത്ഥം? ഇന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളം പെണ്ണിനെ സംരക്ഷിക്കാനും പെണ്ണിന് ജീവനാംശം നൽകാനും പെണ്ണിന്റെ വാപ്പ തന്നെയാണ് നിനക്ക് പൈസ തരുന്നത്. പിന്നെന്തേ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് പെണ്ണ് കെട്ടാൻ? നേരത്തെയൊക്കെ ആണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മഹർ മഹർ. ഇപ്പൊ മഹർ പേരിന് എത്ര മഹർ എന്ന് ചോദിച്ചാല് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോ. നമ്മടുത്ത് പറയാ എത്ര മോനെ മഹർ, അത് ഉസ്താദിന്റെ ഇഷ്ടത്തിന് പറ. അപ്പൊ ഞാൻ പറയും ഞങ്ങൾ പെണ്ണ് കെട്ടിയതാ, ഇനിയിപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് മഹർ പറഞ്ഞാൽ നീ കെട്ടാൻ വന്ന കൊച്ചിനെ ഞാൻ കെട്ടേണ്ടി വരും. ആണ് നീയല്ലേ മഹർ പറയേണ്ടത്. അപ്പൊ മഹർ പറയാനെടുക്കാനും അതിന് പോലും കപ്പാസിറ്റിയും കഴിവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹർ കൊടുക്കുന്നത് ആരാ? പെണ്ണിന്റെ വാപ്പയാണ്. കാലം തിരിഞ്ഞു പോയി. അതിന് അച്ചാരോ എന്ന് പറഞ്ഞ് ബാഗിനകത്ത് കുറച്ച് പൈസ എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഉസ്താദന്മാരെ ഇരുത്തി അതും ഒരു സാക്ഷി, അൽ ഫാത്തിഹ അച്ചാരം. എന്നിട്ട് ഈ പൈസ എടുത്തുകൊണ്ടുപോയി താലി വാങ്ങി, മഹർ വാങ്ങി പെണ്ണിന്റെ കഴുത്തി കൊണ്ടുപോയി കെട്ടുക. അപ്പൊ ഇവന് ഒരു വീടുണ്ടോ? ഇവനൊരു സ്ഥാനമുണ്ടോ? ഇവന് സമ്പാദിക്കാൻ വല്ല പൈസ ഉണ്ടോ? ഇവന് ഈ പെണ്ണിനെ പോറ്റാൻ വല്ല കഴിയോ? ഒന്നും കഴിയില്ല. ഇവനാണ് ഈ പെണ്ണിന്റെ തന്ത കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കല്യാണ ചെലവ്, അതിന്റെ പേര് കല്യാണ ചെലവ്. അങ്ങോട്ട് ഒരു ബാഗില്, അതിനകത്ത് ഉസ്താദന്മാരെ സാക്ഷി. കാരണം ഇടി കിട്ടണ്ടായ നാളെ. കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട, കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട. അല്ലെങ്കിൽ നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഒരു പെണ്ണിനെ കെട്ടുന്നതിന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡം എന്നത് മനസ്സിലാക്ക്. നീ വാരിക്കോരിയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട ഒരു പെണ്ണിനെ കെട്ടാൻ. ബഹുമാനപ്പെട്ട പ്രവാചകൻ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ അള്ളാന്റെ റസൂല് തയ്യാറായെങ്കിൽ, സമുദായമേ ഇന്ന് നമ്മൾ എത്ര പൈസയാണ് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഒരു സഹോദരന്റെയോ ഒരു സഹോദരിയുടെയോ ഒരു ദിവസത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഒരു ദിവസത്തെ അവരുടെ വ്യയത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ, ദുർവ്യയത്തെ കുറിച്ചൊന്ന് പഠിച്ചാൽ എത്ര രൂപയാണ് ഒരു ദിവസം അവർ ദുർവ്യയം ചെയ്യുന്നത്. ഇങ്ങനെ കണക്ക് കൂട്ടുവിൻ സഹോദര. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ 2 മൊബൈലോ അതല്ലെങ്കിൽ ഡുവൽ സിം ഉള്ള മൊബൈലും ഉണ്ടെങ്കിൽ, 2 മൊബൈലും ഉണ്ടെങ്കിൽ മാസങ്ങളോളം 100 കണക്കിന് രൂപ അവൻ മൊബൈൽ റീചാർജിന് വേണ്ടി വേണം. അങ്ങനെ 10ാം ക്ലാസ് മുതൽ അവന് വീണ്ടും 10 വർഷം കൂടെ പഠിച്ച് അവൻ 10-28 വയസ്സാകുന്നത് വരെ അവന്റെ അനാവശ്യമായ ചെലവ് ദൂർത്ത് പരിശോധിച്ചു നോക്കിയാൽ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ്. അത് ഓരോരുത്തരുടെയും
കപ്പാസിറ്റി അനുസരിച്ച് ചെറ്റക്കുടലിൽ കിടക്കുന്ന സഹോദരന്റെയോ സഹോദരിയുടെ വീട്ടിൽ പോയാൽ ആണിനും അവിടുത്തെ ആളിനും എണ്ണത്തിനനുസരിച്ചല്ലേ മൊബൈല്. തലയിലൊരു മൊബൈല്, അടുക്കളയിലൊരു മൊബൈല്, ബെഡ്റൂമിലൊരു മൊബൈല്, സിറ്റ് ഔട്ടിലൊരു മൊബൈല്, നടക്കുമ്പോ മൊബൈല്, ബാത്റൂമിൽ മൊബൈല്. വീടോ ചോരുന്ന വീട്, ചെറ്റക്കുടല്. ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഏത് പെട്ടിക്കടയിൽ പോയാലും ഏത് മൊബൈൽ കമ്പനിക്കാരുടെയും റീചാർജ് കൂപ്പൺ സുലഭമായി ലഭിക്കുന്നു. പണ്ട് എവിടെയോ പോണം ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ, കോൾ ഇങ്ങോട്ട് വന്നാലും കാശ്, അങ്ങോട്ട് വന്നാലും കാശ്. ഇപ്പോ മിനിറ്റിന് സെക്കൻഡിന് ഒരു പൈസ ആയ ഈ കാലഘട്ടത്തിൽ കണക്ക് കൂട്ടി നോക്കി, വെറുതെ ഒരു പെണ്ണിനെ വിളിച്ച് സ്വറ പറയുന്നതിനും സംസാരിക്കുന്നതിനും വെറുതെ രസാനുഭൂതിയിൽ പങ്കെടുക്കുന്നതിനും 10ാം ക്ലാസിന്റെ പടിവാതിൽക്കൽ കാലി ചവിട്ടിയ ചെറുപ്പക്കാരൻ മുതൽ സഹോദരിമാരടക്കമുള്ളവർ കണക്ക് കൂട്ടി നോക്കട്ടെ എത്ര പൈസയാണ് ദുർവ്യയം ചെയ്ത് കളയുന്നത്. എന്നിട്ട് കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ സമയമായിട്ടില്ല, പൈസ ഇല്ല, സമയമായിട്ടില്ല, പൈസ ഇല്ല. ഏറ്റവും വലിയ തെറ്റ്. നാളെ അള്ളാന്റെ മുന്നിൽ സമാധാനം വരണം ഈ പൈസക്കൊക്കെ. അനാവശ്യമായി നിങ്ങൾ ചെലവ് ചെയ്യുന്ന ഈ പൈസയുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ സംസാരം കേൾക്കാൻ, അവളുടെ കൊഞ്ചല് കേൾക്കാൻ നീ ചെലവ് ചെയ്യുന്ന ഈ പൈസയുണ്ടല്ലോ, ഈ പൈസക്കെല്ലാം നീ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. പറയാതെ കണ്ട് ആദമിന്റെ മോനെ, നിന്റെ ഒരു കാല് പോലും ചലിപ്പിക്കാൻ കഴിയില്ല.